ഹായ് ബിലവേഡ്സ്, ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് മണ്ഡല ആർട്ടാണ്. ഇത് ചെയ്തിട്ടുള്ളത് ഞങ്ങളുടെ അനുജത്തി അമൃതയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അമൃതയോട് തന്നെ ചോദിച്ചറിയാം. ഹായ്, എൻ്റെ പേര് അമൃത എന്നാണ്. ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുള്ള മണ്ഡല വർക്കുകളാണ്. ഇൻസ്റ്റഗ്രാം റീൽസും അതുപോലെ യൂട്യൂബിലെ ട്യൂട്ടോറിയൽ വീഡിയോസും ഒക്കെ കണ്ടിട്ട് ഇൻട്രസ്റ്റ് തോന്നിയിട്ട് ചെയ്തു തുടങ്ങിയതാണ്. പിന്നെ അതൊരു ഹോബി ആയിട്ട് മാറി. ഇത് നല്ല ടൈം കൺസ്യൂമിങ് ആണെങ്കിലും അത് ചെയ്തു വന്നപ്പോൾ സമയം കുറഞ്ഞു തുടങ്ങി. പിന്നെ വർക്കുകൾ ചെയ്യുമ്പോൾ കുറച്ച് സമയത്തിനുള്ളിൽ ചെയ്ത് തീർക്കാൻ പറ്റണ പോലെ തോന്നി. അത് ശരിക്കും അത് ചെയ്യുമ്പോൾ നമുക്ക് സ്ട്രെസ്സ് കുറയുന്നത് പോലെയും അതുപോലെ കുറച്ചുകൂടി നമ്മൾ ക്രിയേറ്റീവ് ആവുന്ന പോലെയും ഫീൽ ചെയ്തിട്ടുണ്ട്. മണ്ഡല എന്ന് പറഞ്ഞാൽ തന്നെ സാൻസ്ക്രിറ്റിൽ സർക്കിള് എന്നാണ് അർത്ഥം. അപ്പോൾ സർക്കിളിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ അതിന് റിലേറ്റഡ് ആയിട്ട് ചെയ്യുന്ന ഡിസൈൻസാണ് ശരിക്കും മണ്ഡലം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എനിക്കങ്ങനെ സയൻറ്റിഫിക് ആയിട്ടൊന്നും അതിനെക്കുറിച്ച് പറയാനറിയില്ല. ഞാൻ അങ്ങനെ പഠിച്ചിട്ട് ചെയ്യുന്നതല്ല. യൂട്യൂബും അതുപോലുള്ള സോഷ്യൽ മീഡിയാസിലൊക്കെ ഇതിങ്ങനെ കാണുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് തോന്നിയിട്ട് ചെയ്തു തുടങ്ങിയതാണ്. അത് ചെയ്യുമ്പോൾ പലപ്പോഴും നമുക്ക് നമ്മുടെ ഒരു ഫ്രീഡം, ആ ക്രിയേറ്റിവിറ്റിയിൽ നമ്മുടെ ഒരു ഫ്രീഡം ഉള്ളതുപോലെ ഫീൽ ചെയ്യാറുണ്ട്. കാരണം നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് ചെയ്യാം, അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഡിസൈൻ ചെയ്യാം. ആ ക്രിയേറ്റീവ് ലെവൽ ഇമ്പ്രൂവ് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നും. ആദ്യം നമുക്ക് ടൈം കൺസ്യൂമിങ് ആയിട്ട് തോന്നുമെങ്കിലും പിന്നെ അത് കുറഞ്ഞു വരികയും ചെയ്യും. ഓരോ വർക്കുകളും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മൈൻഡിന് നല്ലൊരു ഫീൽ കിട്ടണ പോലെ തോന്നും. അത് സ്ട്രെസ്സൊക്കെ വളരെ കുറയുകയും ചെയ്യും. ടെൻഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ കുറയുകയും ചെയ്യും. പിന്നെ ഇതിന് അങ്ങനെ വേറെ ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷേ ഞാൻ പ്രൊട്രാക്ടറും കോമ്പസും സ്കെയിലും യൂഷ്വൽ ജെൽ പേനകളും ഉപയോഗിച്ചിട്ടാണ് ചെയ്യാറ്. തീം ബേസ്ഡ് ആയിട്ടും ചെയ്യാം, അല്ലാതെയും ചെയ്യാറുണ്ട്. അപ്പോൾ തീം ബേസ്ഡ് ആയിട്ട് ചെയ്യുമ്പോൾ രാധാകൃഷ്ണ തീം എടുക്കും, ബുദ്ധ തീം എടുക്കും, അതുപോലെ ദീപാവലി പോലെയുള്ള ഒക്കേഷണൽ തീമുകൾ എടുക്കാറുണ്ട്. അപ്പോൾ അമൃത വരച്ച മണ്ഡല ആർട്ട് മാത്രമല്ല, അല്ലാത്ത ഡ്രോയിങ്സും ഞങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു അമൃത, താങ്ക് യു ബിലവേഡ്സ്, ബൈ ബൈ.